യൂട്യൂബർ സിനിമാ നിരൂപകൻ സായി കൃഷ്ണയിലേക്ക്. സായി കൃഷ്ണ, ഇപ്പോൾ ഈ സിനിമ താങ്കൾ കണ്ടു എന്ന് എനിക്കറിയാം. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന വിവാദങ്ങൾ ഈ സിനിമയ്ക്ക് കൂടുതൽ പ്രേക്ഷകരെ ഉണ്ടാക്കി കൊടുക്കുകയാണോ ചെയ്തത്, അതോ ഒരുപറ്റം ആളുകൾ ഞങ്ങളിതാ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു എന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഫേസ്ബുക്കിലടക്കം, അപ്പോൾ അത് വലിയ രീതിയിൽ സിനിമയെ ബാധിച്ചു എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, എപ്പോഴും സംഘപരിവാറിൻ്റെ ഒരു ബാൻ വരുന്നതോട് കൂടിയിട്ട് ഒരു സിനിമയ്ക്ക് അതിൻ്റെ ഹൈപ്പിലോട്ട് പോകുന്നതായിട്ടാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. ഇവിടെയും അത് സംഭവിക്കാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. അതിൻ്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 1-2 ദിവസം എന്താണെങ്കിലും കഴിയും. ഇനിയിപ്പോൾ ഇതെന്താണെങ്കിലും റീസെൻസറിങ്ങിന് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്ട്സ് ഈ സിനിമയുടെ കളക്ഷന് വരുമോ, തിയേറ്റർ പ്രസൻസിന് വരുമോ എന്നുള്ളതും നമുക്ക് കണ്ടറിയണം. പക്ഷേ അതിൽ കൂടുതൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിനിമ ഇറങ്ങുന്നു, അത് ഇറങ്ങിയതിന് ശേഷം ഇവർക്ക് വന്നിട്ടുണ്ടായ ഈ ഒരു ഇത്രത്തോളം ഒരു അസഹിഷ്ണുത എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഒരു സിനിമയോട്, ഇതിനു മുമ്പുള്ള പ്രൊപ്പഗണ്ട മൂവീസ് വരുന്ന സമയത്ത് ആ സിനിമകൾ എടുത്ത് വെച്ച് അത് മൊത്തത്തിൽ എല്ലാ ഗ്രൂപ്പുകളിലോട്ട് എല്ലാവരും തിയേറ്ററിൽ കയറണം എന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് ടിക്കറ്റുകൾ അടക്കം എടുത്തു വെച്ച് കുറേ ഗ്രൂപ്പുകൾ, സംഘപരിവാർ ഗ്രൂപ്പുകളിൽ എനിക്ക് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ടിക്കറ്റ് ക്യാൻസലായി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലടക്കം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഒരേ സ്ക്രീൻഷോട്ട് തന്നെയാണ് പലരും എടുത്തു വെച്ച് ഷെയർ ചെയ്യുന്നത്. മണ്ടന്മാരായിട്ടാണോ അങ്ങനെ ചെയ്യുന്നത്, അത് എന്ത് കാണിക്കാനാണെന്നറിയില്ല. ഈ സിനിമയുടെ കോണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് ഈ നാട്ടിലുണ്ട്. ഈ സ്റ്റോറി തുടങ്ങിയത് മുതൽ അതിൽ എഴുതി വെച്ചൊരു കാര്യമാണ്, സിനിമയാണ്, ഫിക്ഷനാണ്, ക്യാരക്ടേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം, റിയൽ ലൈഫിലേക്ക് കൊണ്ടുപോകുന്നവർ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് ഒരു കലാസൃഷ്ടിയുടെ മുന്നിൽ എഴുതി വെച്ചൊരു കാര്യവുമാണ്. ഇവർക്ക് ഇവരുടെ പ്രൊപ്പഗണ്ട മൂവീസ് മാത്രം ഇവിടെ കൊണ്ടുപോകണം എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഇവർ ഈ പറയുന്ന രാജ്യവിരുദ്ധം, രാജ്യദ്രോഹം, സംഘപരിവാറിനെതിരെ വരുമ്പോൾ മാത്രമാണ് അത് രാജ്യവിരുദ്ധവും രാജ്യദ്രോഹം. സംഘപരിവാറിനെതിരെ ചെയ്താൽ അതെങ്ങനെ രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമാവും? സംഘപരിവാറും രാജ്യവും തമ്മിൽ എന്ത് ബന്ധം എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്ന എല്ലാവരും സംസ്ഥാന വിരുദ്ധരാവണ്ടേ? ഇവരുടെ തോട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു സിനിമ കാണുകയാണെങ്കിൽ സിനിമ കാണുന്ന സെൻസിൽ വേണം ഓരോ മനുഷ്യനും സിനിമ കാണാൻ. രാഷ്ട്രീയവും മതവും കൂടി കൂട്ടിക്കലർത്തി സിനിമ കാണാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഇഷ്യൂസാണ് ഉണ്ടാവുക. അതിലും ഈ പറഞ്ഞ പല ആളുകളും ഇതിലൊന്നും സിനിമ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നത്. അങ്ങനെ സിനിമ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റർ മുരളി ഗോപിൻ്റെ ഇതിന് മുന്നിറങ്ങിയ ടിയാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇതിലും വലിയ പുകിലുകൾ ഇവിടെ സംഘപരിവാർ എലമെൻറ്റുകൾ ഉണ്ടാക്കേണ്ടതാണ്. ആ സിനിമയ്ക്കൊന്നും ഒരു പ്രശ്നവും ഞാൻ കണ്ടിട്ടില്ല. ഈ സിനിമയിൽ മാത്രം ഇവർക്ക് ആദ്യം കാണിച്ച കുറച്ച് പാട്ടുകൾ മാത്രം ഇത്രത്തോളം കുരുപൊട്ടുന്നു എന്നുണ്ടെങ്കിൽ, ഇവിടെ BBC-യുടെ ഡോക്യുമെൻ്ററി അടക്കം ബാൻ ചെയ്ത ഈ ഒരു രാജ്യത്ത് ഇവർക്കിതിൽ വെട്ടാനും തിരുത്താനുമുള്ള എല്ലാ പരിപാടിയും ഇവർ ഇതിൽ കാണിക്കും. പ്രത്യക്ഷത്തിൽ ഒരു നേതാക്കന്മാരും വന്നിരുന്നിട്ട് ഇവിടെ പറയുന്നില്ല ഇത് കാണരുത് എന്നുള്ളത്. പക്ഷേ അണികൾ ഒന്നടങ്കം ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്താണ് ഇവർക്ക് ഇത്രത്തോളം പ്രശ്നം ഒരു സിനിമയോട്? ഒരു സിനിമ ഇറങ്ങിയിട്ട് അത് രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകണം. ഈ സിനിമയിൽ മുഖ്യമന്ത്രി വിമർശിക്കുന്നില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കുന്നുണ്ട്, ഇതിൽ കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഈ പ്രശ്നമില്ലല്ലോ. എന്തുകൊണ്ട് സംഘപരിവാറിന് മാത്രം? ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത് സ്റ്റിൽ അതിൻ്റെ ബാക്കിലുള്ള കോൺസ്പിറസി ഇപ്പോഴും പ്രൂവ് ആയിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരാൾക്ക് സിനിമ ഇറക്കിക്കൂടെ? അതിൽ നമ്മളെ നാടിനെ തന്നെ മോശമായി കാണിക്കുന്ന ഒരു ചീഞ്ഞ സാധനമാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടത്. അതൊക്കെ ഇരുന്ന് പ്രൊമോട്ട് ചെയ്ത് ഓരോരുത്തരും വന്നിട്ടാണ് ഇവിടെ വന്നിരുന്നത്. കേരള സ്റ്റോറിക്ക് ഒരു കട്ടുമില്ല. കേരള സ്റ്റോറിയിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വലിയ പ്രചാരം കൊടുത്തവർ ഇവിടെ ഇതിൽ 17 കട്ട് വേണം എന്ന്, 17 കട്ടിന് ശേഷം ഇനി ജനം കണ്ടാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അത് ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.